ജർമ്മനിക്ക് വേണ്ടി ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കുക എന്ന ഭ്രാന്തൻ കാഴ്ചപ്പാടുമായി മുന്നോട്ടു പോവുകയാണ് ഹിറ്റ്ലർ. അതിന്റെ പരിപൂർണമായ വിജയത്തിനു വേണ്ടിയാണ് യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും നിരവധി ഭാഗങ്ങളിൽ യുദ്ധമുഖങ്ങൾ തുറന്നുകൊണ്ടുള്ള ലോകമഹായുദ്ധത്തിന് ഹിറ്റ്ലർ തുടക്കമിട്ടത്. യുദ്ധത്തിന്റെ ഭാഗമായി 10,000-കണക്കിന് ജർമ്മൻ സൈനികർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മനുഷ്യർ ദിവസവും മരിച്ചു വീഴുകയാണ്. ഇതിനെല്ലാം കാരണക്കാരനായ ഹിറ്റ്ലറാകട്ടെ ഇതിനിടയിലും ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് സുഖലോലുപനായി ജീവിതം ആസ്വദിക്കുന്നു. ഒളിത്താവളങ്ങളിൽ ഹിറ്റ്ലർ തന്റെ കാമുകിയായ ഈവ ബ്രൗണിന്റെയും സുഹൃത്തുക്കളുടെയും കൂടെ വിരുന്നുകളിൽ പങ്കെടുക്കുന്നു. പ്രിയപ്പെട്ട വളർത്തുനായകൾക്കൊപ്പം കളിക്കുകയും അവയെ തന്നോടിണങ്ങി പെരുമാറാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. സംഗീതം കേൾക്കുന്നു, സിനിമ കാണുന്നു. സാധാരണ ജർമ്മൻ കുടുംബങ്ങളാവട്ടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്ന തങ്ങളുടെ ഉറ്റവരെ ഓർത്ത് കണ്ണീരോടെ കഴിയുന്നു. ഒരു ശുദ്ധമായ ആര്യൻ വംശം കെട്ടിപ്പടുക്കാൻ ഹിറ്റ്ലർ ആവശ്യപ്പെടുന്ന ത്യാഗമാണത്. സാധാരണക്കാരായ ജർമ്മൻകാർ അവരുടെ ഫ്യൂററിന്റെ ക്രൂരതകൾ നേരിട്ടനുഭവിക്കുകയാണ്. ജൂതർക്കും ജിപ്സികൾക്കും റഷ്യക്കാർക്കും നേരെയുള്ള ഹിറ്റ്ലറുടെ വംശഹത്യ അതിവേഗത്തിൽ മുന്നോട്ടു പോകുന്നുണ്ട്. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലായി ഓരോ ദിവസവും എത്ര പേരാണ് കൊല്ലപ്പെടുന്നത് എന്നതിന് കണക്കില്ല. എന്നാൽ ശുദ്ധ ആര്യൻ വംശജർ എന്ന് വിശേഷിപ്പിക്കുന്ന ജർമ്മൻ വംശജരുടെ നേർക്കും ചിലപ്പോഴെല്ലാം ഹിറ്റ്ലറിന്റെ കൊലക്കത്തി നീണ്ടു ചെന്നു. തുടക്കത്തിൽ അധികമാരും അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ജർമ്മൻ വംശജർക്കിടയിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ കൊന്നൊടുക്കാനുള്ള നീക്കം ഹിറ്റ്ലർ അതീവ രഹസ്യമായാണ് നടത്തി തുടങ്ങിയത്. അങ്ങനെയുള്ള ആളുകൾ ആര്യസങ്കല്പത്തിന് കളങ്കമാണെന്നായിരുന്നു അയാളുടെ അഭിപ്രായം. 1939 തന്നെ ഹിറ്റ്ലർ ഈ നിർദ്ദേശം നൽകിയിരുന്നു. ഈ പ്രക്രിയയെ ദയാവധം അഥവാ യുത്തനേസിയ എന്ന വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്. സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമുള്ള ഭിന്നശേഷിക്കാരും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുമായ മനുഷ്യരെ കൊന്നൊടുക്കാൻ നിർദ്ദേശം നൽകുക, എന്നിട്ടതിനെ ദയാവധം എന്ന് വിളിക്കുക. ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആളുകൾ ഭയന്നു. ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത ആളുകളെ കൊല്ലുന്നു എന്നായിരുന്നു ഹിറ്റ്ലറിന്റെ വിശദീകരണം. ഈ പരിപാടി നടപ്പിലാക്കുന്നതിന് ഡോക്ടർമാരുടെ സഹായം ആവശ്യമായിരുന്നു. നാസി ഭരണകൂടം ആദ്യമെല്ലാം ജർമ്മൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ചികിത്സ കൊടുക്കാതെ അവഗണിക്കാനാണ്. അങ്ങനെ രോഗം കൊണ്ടോ പട്ടിണി കിടന്നോ മരിക്കാൻ അവസരമുണ്ടാക്കുക. ഒരു പരീക്ഷണം പോലെ നിഗൂഢമായി തുടങ്ങിയ ഈ പരിപാടി പിന്നീട് കർക്കശമാക്കി. ഇത്തരം രോഗികളെ നിരീക്ഷിക്കാൻ നാസികളുടെ വിദഗ്ധർ ആശുപത്രികളിലേക്ക് എത്തിത്തുടങ്ങി. ആരെയൊക്കെയാണ് വധിക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കും. അങ്ങനെയുള്ളവരെ കൊല്ലാനുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. ആദ്യമെല്ലാം വിഷവസ്തുക്കൾ കുത്തിവെച്ച് അവരെ കൊല്ലുകയായിരുന്നു. പിന്നീട് അവരെയും വിഷവാതകം ശ്വസിപ്പിച്ചു കൊല്ലാൻ തുടങ്ങി. ഈ വിവരം ആളുകൾ കൂടുതലായി അറിഞ്ഞതോടെ കാത്തലിക് ബിഷപ്പുമാരും മറ്റുള്ള പ്രമുഖ വ്യക്തികളും പ്രതിഷേധവുമായി മുന്നോട്ടു വന്നു. 1941 ഓഗസ്റ്റിൽ ഹിറ്റ്ലർ ശാരീരിക പരിമിതിയും മറ്റു പ്രശ്നങ്ങളുമുള്ള ജർമ്മൻകാരെ ദയാവധത്തിന് ഇരയാക്കുന്നത് നിയമം മൂലം നിരോധിച്ചു. നിയമപരമായി ഈ കൊലപാതകങ്ങൾ നിരോധിച്ചെങ്കിലും രഹസ്യമായി നാസി ഭരണകൂടം അത്തരം കൊലപാതകങ്ങൾ തുടർന്നു. യഹൂദരെ പുറത്താക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ നിന്നും മാറി അവരെ കൂട്ടക്കുരുതി ചെയ്യാൻ തുടങ്ങിയതോടെ നാസികൾക്ക് കൊലപാതകങ്ങൾ ഒരു ഹരമായി മാറിക്കഴിഞ്ഞു. വളരെ ചിട്ടയോടുകൂടിയുള്ള ഈ കൂട്ടക്കൊല ജർമ്മൻ നിയന്ത്രണത്തിലുള്ള യൂറോപ്പിൽ മുഴുവൻ വ്യാപിച്ചു.
ഇതിനെല്ലാമിടയിലും സോവിയറ്റ് യൂണിയനിൽ ഹിറ്റ്ലറിന്റെ യുദ്ധം തുടരുകയാണ്. ഇപ്പോൾ അവിടെ വസന്തകാലമാണ്. മഴയും മഞ്ഞും കൂടി ചെളിക്കളമായിരിക്കുന്ന റോഡുകൾ ഉണങ്ങി സഞ്ചാരയോഗ്യമായിരിക്കുന്നു. ഹിറ്റ്ലർ മോസ്കോയിൽ നിന്ന് ക്രീമിയ ഉൾപ്പെടെയുള്ള സോവിയറ്റ് യൂണിയന്റെ എണ്ണഖനികളിലേക്ക് ശ്രദ്ധ മാറ്റി. ഈ എണ്ണപ്പാടങ്ങളും സ്റ്റാലിൻഗ്രാഡും ആദ്യം പിടിച്ചടക്കാനാണ് ഇപ്പോൾ ഹിറ്റ്ലർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവിടമാണ് റഷ്യയുടെ പ്രധാന വ്യവസായ കേന്ദ്രം. തന്ത്രപ്രധാനമായ റെയിൽ റോഡും വോൾഗ നദിയും അവിടെയുണ്ട്. മാത്രമല്ല, സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ജോസഫ് സ്റ്റാലിന്റെ പേരിലുള്ള ആ നഗരം പിടിച്ചടക്കുന്നത് റഷ്യയ്ക്ക് നൽകാവുന്ന വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് ഹിറ്റ്ലർ പ്രതീക്ഷിച്ചു. എന്നാൽ ജർമ്മൻ സേനയുടെ മുന്നോട്ടു പോക്കിന് ഒരു പുതിയ പ്രതിസന്ധി ഉടലെടുത്തു. റഷ്യയിൽ ലക്ഷക്കണക്കിന് ജർമ്മൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ ആഫ്രിക്കയിലും ജർമ്മൻ സൈനികർ കൊല്ലപ്പെടുകയോ തടവിലാവുകയോ ചെയ്തു. ഈ പ്രതിസന്ധി മറികടക്കാനായി ഹിറ്റ്ലർ തന്റെ സഖ്യകക്ഷിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളോട് കൂടുതൽ സൈന്യത്തെ റഷ്യയിലേക്ക് വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. ജർമ്മനി കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സൈനികരെ കണ്ടെത്തി അയക്കാൻ തന്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. ഇതിന്റെയെല്ലാം ഫലമായി ജർമ്മൻ പക്ഷത്തു നിന്ന് പൊരുതാൻ ജർമ്മനിയുടെ സഖ്യകക്ഷികളിൽ നിന്ന് 52 ഡിവിഷൻ സൈനികർ എത്തി. പ്രധാന സഖ്യകക്ഷികളായ ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നും എത്തിയവർക്ക് പുറമെ ജർമ്മനിയുടെ ഉപഗ്രഹ രാജ്യങ്ങളായ ഹംഗറി, റൊമാനിയ, സ്ലോവാക്യ എന്നിവിടങ്ങളിൽ നിന്നും സൈനികർ വന്നു. അതോടെ ജർമ്മൻ ഭാഗത്തുള്ള സൈനികരുടെ എണ്ണക്കുറവ് പരിഹരിക്കപ്പെട്ടു. എങ്കിലും പുതിയ പ്രശ്നങ്ങളുണ്ടായി. ജർമ്മൻ ഇതര രാജ്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് സൈന്യത്തിലെത്തിയ പലർക്കും ആവശ്യത്തിന് പരിശീലനം കിട്ടിയിരുന്നില്ല. അവർക്ക് ജർമ്മൻ സൈനികരെ പോലെ ഹിറ്റ്ലറിനോടും ജർമ്മൻ സേനയോടും വിധേയത്വവും ഉണ്ടായിരുന്നില്ല. എങ്കിലും തുടക്കത്തിൽ ജർമ്മനി പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ജർമ്മൻ സേനയ്ക്ക് മുന്നേറാൻ കഴിഞ്ഞു. അതിന്റെ കാരണം മറ്റൊന്നായിരുന്നു. റഷ്യക്കാർ അവരുടെ യുദ്ധതന്ത്രം മാറ്റിയിരുന്നു. ജർമ്മൻ സേനയെ പ്രതിരോധിക്കുന്നതിന് പകരം അവരെ കൂടുതൽ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുക. അവരുടെ പക്കലുള്ള ഇന്ധനവും ഭക്ഷണവും തീരുന്നതുവരെ അവരെ തടയില്ല. ഇന്ധനവും ഭക്ഷണവും തീരുമ്പോഴേക്കും അവർക്കിതെല്ലാം എത്തിച്ചു നൽകുന്ന സപ്ലൈ ലൈനുകൾ തകർക്കുക. അങ്ങനെ സംഭവിച്ചാൽ ഭക്ഷണവും ഇന്ധനവും എത്തുന്നത് കാത്തിരിക്കുകയല്ലാതെ ജർമ്മൻ സേനയ്ക്ക് മറ്റൊരു മാർഗവുമില്ല. റഷ്യയുടെ ഈ തന്ത്രം വിജയിച്ചു. സ്വന്തം സൈനികരെ മരിക്കാൻ വിടാതെ ശത്രുവിനെ നേരിടുന്ന ഒരു മാർഗമായിരുന്നു അത്. റഷ്യയിൽ നിന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഹിറ്റ്ലർ ഓരോ ദിവസവും യുദ്ധത്തിന്റെ പദ്ധതികൾ മാറ്റിക്കൊണ്ടിരുന്നു. ഇന്ധനക്ഷാമമുണ്ടായി എന്നറിഞ്ഞപ്പോൾ സ്റ്റാലിൻഗ്രാഡ് ലക്ഷ്യമാക്കി നീങ്ങിയ സൈന്യം ഉടൻ തന്നെ എണ്ണഖനികളിലേക്ക് നീങ്ങാൻ ഉത്തരവിട്ടു. ഇതിനകം പരിക്ഷീണരായി കഴിഞ്ഞ സൈനികർ എണ്ണഖനികളിലേക്ക് നീങ്ങിത്തുടങ്ങി. എണ്ണഖനികൾക്കരികിലെത്തുന്നതിന് മുൻപ് തന്നെ ഹിറ്റ്ലർ വീണ്ടും അവരോട് സ്റ്റാലിൻഗ്രാഡിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ഓരോ ദിവസവും എത്തുന്ന നിർദ്ദേശങ്ങൾക്കൊത്ത് പ്രവർത്തിക്കാൻ ജർമ്മൻ സേന നന്നേ പാടുപെട്ടു. സഫാരി ടിവി സംപ്രേഷണം ചെയ്ത മിഷൻ സ്പേസ് പരമ്പര ഇപ്പോൾ പെൻ ഡ്രൈവിൽ ലഭിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രസകരമായ പരമ്പര. സ്കൂളുകൾക്ക് ഇതൊരു അമൂല്യ നിധി. വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ശേഖരത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ട്. മിഷൻ സ്പേസ് 2 പെൻഡ്രൈവ് വോള്യങ്ങൾ ഉടൻ സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക്
SS എന്നീ 2 അക്ഷരങ്ങൾ SMS ചെയ്യുക. ഹിറ്റ്ലർ തുടരെ അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്നത് റഷ്യയിലുള്ള ഹിറ്റ്ലറിന്റെ സേനാ മേധാവികളെ ബുദ്ധിമുട്ടിലാക്കി. പരമാവധി കരുത്ത് സംഭരിച്ച് 1 ലക്ഷത്തെ കീഴടക്കുക എന്നതാണ് അവർ പഠിച്ചിട്ടുള്ള യുദ്ധതന്ത്രം. എന്നാൽ ഹിറ്റ്ലർ അവർക്കൊരേ സമയം പല ചുമതലകൾ നൽകുകയാണ്. സ്റ്റാലിൻഗ്രാഡ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്ന ജർമ്മൻ സേനയെ ക്രീമിയയിലെ എണ്ണപ്പാടങ്ങളിലേക്ക് തിരിച്ചുവിട്ടത് ഹിറ്റ്ലറാണ്. അവർ ക്രീമിയ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ വീണ്ടും സ്റ്റാലിൻഗ്രാഡിലേക്ക് തന്നെ മടങ്ങാൻ ആവശ്യപ്പെട്ടു. വളരെ പണിപ്പെട്ടാണ് ജർമ്മനിയുടെ കരസേനാ വിഭാഗം അവരുടെ കൂറ്റൻ യുദ്ധ ടാങ്കുകളും മറ്റുമായി സ്റ്റാലിൻഗ്രാഡിലേക്ക് മടങ്ങാൻ തയ്യാറായത്. അപ്പോഴേക്കും ഹിറ്റ്ലറിന്റെ പുതിയ നിർദ്ദേശം വന്നു. ഒരേ സമയം ക്രീമിയയും സ്റ്റാലിൻഗ്രാഡും ആക്രമിക്കുക. റഷ്യയിലുള്ള ജർമ്മൻ സേനാ മേധാവികൾക്ക് ഹിറ്റ്ലറിനോട് ദേഷ്യം തോന്നി. ഇങ്ങനെ പോയാൽ മോസ്കോയിൽ സംഭവിച്ചത് തന്നെയാകും സ്റ്റാലിൻഗ്രാഡിലും നടക്കുക, അവർ പരസ്പരം പറഞ്ഞു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായിരുന്നു സ്റ്റാലിൻഗ്രാഡിൽ സംഭവിച്ചത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ സ്റ്റാലിൻഗ്രാഡിലും സമീപ പ്രദേശങ്ങളിലും ജർമ്മനി കനത്ത വ്യോമാക്രമണം നടത്തി. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ കൂമ്പാരങ്ങൾക്കും മരിച്ചുവീണ മനുഷ്യരുടെ ദേഹങ്ങൾക്കുമിടയിലേക്കാണ് ജർമ്മനിയുടെ കരസേന കടന്നു ചെന്നത്. പിന്നീട് അവിടെ നടന്നത് തെരുവ് യുദ്ധമാണ്. അവിടെ അവശേഷിക്കുന്ന പൗരന്മാരും ജർമ്മൻ സേനാംഗങ്ങളും തെരുവിൽ ഏറ്റുമുട്ടി. മുന്നോട്ടു പോകൽ അതീവ ദുഷ്കരമായിരുന്നു. തീയും പുകയും പൊടിയും നിറഞ്ഞ അന്തരീക്ഷം. മൃഗങ്ങൾ പോലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മനുഷ്യർ മാത്രം തെരുവുകളിൽ പരസ്പരം കൊന്നുകൊണ്ടിരുന്നു. സ്റ്റാലിൻഗ്രാഡിലെ രാത്രികളെ അതിജീവിക്കാനാകാതെ ജർമ്മൻ സൈനികർ വലഞ്ഞു. അവർക്കെങ്ങനെയെങ്കിലും ഈ നശിച്ച യുദ്ധം മതിയാക്കി മടങ്ങിയാൽ മതിയെന്നായി. ജർമ്മനിയുടെ സഖ്യരാജ്യങ്ങളിൽ നിന്ന് വന്ന സൈനികർക്കാകട്ടെ തങ്ങൾ എന്തിനാണ് ഈ നരകത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായതുപോലുമില്ല. യുദ്ധം തൽക്കാലത്തേക്ക് മതിയാക്കി പിൻവാങ്ങാനുള്ള അനുമതിക്ക് വേണ്ടി പലവട്ടം ജർമ്മൻ സൈനിക മേധാവികൾ ഹിറ്റ്ലറിനോട് അപേക്ഷിച്ചു. എന്നാൽ സ്റ്റാലിൻഗ്രാഡ് കീഴടക്കാതെ പിൻവാങ്ങുന്ന പ്രശ്നമേയില്ല എന്നായിരുന്നു ഹിറ്റ്ലറിന്റെ മറുപടി. ജർമ്മനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന 20,000 സൈനികർ വീതമാണ് ഇപ്പോൾ ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്. ഈ സാഹചര്യത്തെ നേരിടാനായി ഹിറ്റ്ലർ റഷ്യയുടെ ഇതര ഭാഗത്ത് വിന്യസിച്ചിരുന്ന ജർമ്മൻ സൈനികരിൽ നിന്ന് ഓരോ ഡിവിഷനുകളെ വീതം ദിവസവും സ്റ്റാലിൻഗ്രാഡിലേക്ക് അയക്കാൻ തുടങ്ങി. ഇതുവരെ സ്റ്റാലിൻഗ്രാഡിലേക്കുള്ള ജർമ്മൻ സേനയുടെ വരവും അവരുടെ പ്രശ്നങ്ങളും മറ്റും നിരീക്ഷിക്കുകയായിരുന്നു ജോസഫ് സ്റ്റാലിൻ. ഈ ഘട്ടമെത്തിയപ്പോൾ സ്റ്റാലിൻ തന്റെ ചുവപ്പ് സേനയിൽ നിന്ന് 10 ലക്ഷം സൈനികരെ ആ നഗരത്തിലേക്ക് അയച്ചു. നിങ്ങളുടെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രം, സ്റ്റാലിൻ പറഞ്ഞു. ഒന്നുകിൽ വിജയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ആ നഗരത്തെയും നശിപ്പിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങുക. യുദ്ധരംഗത്ത് റഷ്യൻ സേന കൂടുതൽ സജീവമായതോടെ ജർമ്മൻ സേനാ വിഭാഗങ്ങൾ വീണ്ടും പരിഭ്രാന്തരായി. നവംബറിൽ റഷ്യൻ ശൈത്യകാലം ആരംഭിക്കുമെന്ന് അവർക്കറിയാം. അതിനു മുമ്പ് സ്റ്റാലിൻഗ്രാഡ് എങ്ങനെയെങ്കിലും പിടിച്ചടക്കണം. ശൈത്യകാലത്ത് യുദ്ധം തുടർന്നാൽ അത് ആത്മഹത്യാപരമായിരിക്കും. മുന്നേറ്റം പ്രയാസകരമെങ്കിലും സ്റ്റാലിൻഗ്രാഡിനു ചുറ്റുമുള്ള ഏതാണ്ട് 90% പ്രദേശങ്ങളും ജർമ്മൻ സേന പിടിച്ചുകഴിഞ്ഞിരുന്നു. അപ്പോഴാണ് റഷ്യയുടെ പ്രത്യാക്രമണം ആരംഭിച്ചത്. പരുക്കും രോഗവും മരണവുമെല്ലാം ജർമ്മൻ സൈന്യത്തെ ദുർബലമാക്കിയിരുന്നു. റഷ്യൻ സേനയാകട്ടെ
പൂർവാധികം കരുത്ത് വീണ്ടെടുത്തിട്ടാണ് യുദ്ധത്തിനൊരുങ്ങി വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടുതൽ സൈനികരെ അയക്കാൻ വേണ്ടി ജർമ്മൻ സേനാ മേധാവികൾ ഹിറ്റ്ലറോട് യാചിച്ചു. ആദ്യമൊന്നും ഹിറ്റ്ലർ അത് വകവച്ചതേയില്ല. ഒടുവിൽ പ്രശ്നം പരിഹരിക്കാനാവാത്ത വിധം ഗുരുതരമായപ്പോൾ വ്യോമമാർഗത്തിലൂടെ ഹിറ്റ്ലർ കുറെ സൈനികരെ അവിടെ എത്തിച്ചു. എന്നാൽ അതൊന്നും ഒട്ടും വിജയകരമായിരുന്നില്ല. റഷ്യൻ വ്യോമസേന ജർമ്മൻ വിമാനങ്ങളെ ആക്രമിച്ചു. താഴെ നിന്ന് സൈനികരുടെ വെടിവെപ്പുമുണ്ടായി. ഇതിനിടയിൽ കരയിലൂടെ ജർമ്മൻ സേനയ്ക്ക് വേണ്ട ഭക്ഷണവും ഇന്ധനവും എത്തിക്കാനുള്ള മാർഗങ്ങളെല്ലാം റഷ്യൻ സൈനികർ അടച്ചിരുന്നു. തുടർന്ന് വ്യോമമാർഗത്തിലൂടെ അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തി നോക്കിയെങ്കിലും അതും പരാജയമായി. ആവശ്യമുള്ളതിന്റെ 10% സാധനങ്ങൾ മാത്രമേ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതിനകം പലവട്ടം ജർമ്മൻ സൈനികർ യുദ്ധഭൂമിയിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിച്ചു. റഷ്യൻ സേന അവരെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ 1-2 തവണ ജർമ്മനിയുടെ സൈനികർക്ക് കീഴടങ്ങാനുള്ള അവസരം നൽകിക്കൊണ്ട് അവർ വെള്ളക്കൊടി വീശി. ജീവനെങ്കിലും രക്ഷിക്കണമെങ്കിൽ കീഴടങ്ങണം. കീഴടങ്ങാനുള്ള അനുവാദത്തിനായി സൈനിക നേതാക്കൾ ഹിറ്റ്ലറെ പലവട്ടം സമീപിച്ചു. എന്നാൽ അവസാനത്തെ സൈനികനും മരിച്ചു വീഴുന്നതുവരെ യുദ്ധം തുടരാനാണ് ഹിറ്റ്ലർ നിർദ്ദേശിച്ചത്. ഇതിനിടയിൽ ശൈത്യകാലം വന്നെത്തി. കാലാവസ്ഥ മോശമായതോടെ ആയിരക്കണക്കിന് ജർമ്മൻ സൈനികർ രോഗങ്ങളും പട്ടിണിയും കൊണ്ട് മരിച്ചു. ദൂരെ എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള തന്റെ ബങ്കറിൽ സുരക്ഷിതനായിരുന്നുകൊണ്ട് ഹിറ്റ്ലർ തന്റെ സൈന്യത്തോട് യുദ്ധം തുടരാൻ നിർദ്ദേശം നൽകുന്നത് തുടരുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കീഴടങ്ങാനുള്ള അവസരം റഷ്യ മുന്നോട്ട് വെച്ചപ്പോൾ ഫീൽഡ് മാർഷൽ ഫ്രെഡറിക് പൗൾസ് അവശേഷിക്കുന്ന സൈനികരുടെ ജീവൻ രക്ഷിക്കാനായി കീഴടങ്ങാൻ അനുവദിക്കണമെന്ന് ഹിറ്റ്ലറിനോട് നേരിട്ട് അഭ്യർത്ഥിച്ചു. കീഴടങ്ങുന്നത് വിലക്കപ്പെട്ട കാര്യമാണെന്ന് ഹിറ്റ്ലർ തീർത്തു പറഞ്ഞു. പക്ഷേ പൗൾസ് പിന്നെ ഹിറ്റ്ലറെ അനുസരിച്ചില്ല. അയാൾ റഷ്യൻ സേനയ്ക്ക് മുന്നിൽ തന്റെ സൈനികർക്കൊപ്പം കീഴടങ്ങി. സ്റ്റാലിൻഗ്രാഡിൽ ജർമ്മനിയുടെ 6th ആർമിയെയാണ് ഫ്രെഡറിക് പൗൾസ് നയിച്ചിരുന്നത്. ആ സേനയിൽ ആകെ ഉണ്ടായിരുന്നത് 2,85,000 സൈനികരാണ്. 1,00,000-ലധികം സൈനികർ സ്റ്റാലിൻഗ്രാഡിൽ നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 29,000 സൈനികരെ വ്യോമമാർഗം തിരികെ കൊണ്ടുപോയി. അവശേഷിച്ചവർ റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങി. കീഴടങ്ങുന്നതിന് മുൻപ് ഫ്രെഡറിക് പൗൾസ് തന്റെ വിവാഹമോതിരം ഭാര്യയ്ക്ക് നൽകാനായി കൊടുത്തയച്ചിരുന്നു. ഒരു റോമൻ കത്തോലിക്ക വിശ്വാസിയായ താൻ ആത്മഹത്യയെ അനുകൂലിക്കുന്നില്ല എന്നും ഇനിയും ഹിറ്റ്ലറിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് ആത്മഹത്യാപരമാണെന്നും പൗൾസ് പറഞ്ഞു. തുടർച്ചയായ ദുരനുഭവങ്ങൾ അപ്പോഴേക്കും പൗൾസിനെ കടുത്ത ഹിറ്റ്ലർ വിരോധിയാക്കി മാറ്റിയിരുന്നു. ഹിറ്റ്ലറിന്റെ ചെയ്തികളെ തുറന്ന് എതിർക്കാനും ജർമ്മനിയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതാനും സോവിയറ്റ് അധികാരികൾ പൗൾസിനെ പ്രോത്സാഹിപ്പിച്ചു. ആദ്യമൊന്നും തയ്യാറായില്ലെങ്കിലും പിന്നീട് അദ്ദേഹം സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ചു.